എൻകൗണ്ടേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്നത് പ്രശസ്ത സംവിധായകൻ വെർണർ ഹെർസോഗ് 2007 പുറത്തിറക്കിയ ഒരു അമേരിക്കൻ ഡോക്യുമെന്ററിയാണ്. അന്റാർട്ടിക്കയിലെ മനുഷ്യജീവിതത്തെയും അവിടുത്തെ പ്രകൃതിയെയും കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഈ ചിത്രം നൽകുന്നത്. ഈ ചിത്രത്തിലെ പെൻഗ്വിൻ രംഗം ഇപ്പോൾ വീണ്ടും വൈറലാകാൻ പ്രധാനമായും നിഹിലിസ്റ്റ് പെൻഗ്വിൻ എന്ന പേരിൽ വന്ന മീമുകളാണ്. ജീവിതത്തിന് അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന തത്വശാസ്ത്രമാണ് നിഹിലിസം. മറ്റ് പെൻഗ്വിനുകളെല്ലാം തീരത്തേക്കോ ഭക്ഷണത്തിനായോ കൂട്ടമായി പോകുമ്പോൾ ഒരു പെൻഗ്വിൻ മാത്രം എല്ലാവർക്കും വിപരീത ദിശയിൽ വലിയ മഞ്ഞുമലകൾ നിറഞ്ഞ ഉൾപ്രദേശത്തേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. അവിടെ അതിന് തിന്നാൻ ഒന്നും ഉണ്ടാവില്ല. കിലോമീറ്ററുകളോളം മഞ്ഞുപാളികൾ മാത്രം. ആ യാത്രയുടെ അവസാനം ഉറപ്പായും മരണമാണ്. ശാസ്ത്രജ്ഞർ ഇതിനെ ഡിസ്ഓറിയന്റഡ് പെൻഗ്വിൻ എന്നാണ് വിളിക്കുന്നത്. പെൻഗ്വിനുകൾ സൂര്യനെയും ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെയും ആശ്രയിച്ചാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും തകരാർ സംഭവിക്കുമ്പോൾ അവ വഴി തെറ്റിപ്പോകാം. ചിലപ്പോൾ ജന്മനാ ഉള്ള എന്തെങ്കിലും തകരാറുകൾ കാരണം സാമൂഹികമായ ഗ്രൂപ്പിൽ നിന്ന് അവ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ഡോക്യുമെന്ററിയിൽ ഹെർസോഗ് ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ആ പെൻഗ്വിനെ നമ്മൾ പിടിച്ചുമാറ്റി കൂട്ടത്തിൽ എത്തിച്ചാലും അത് വീണ്ടും തിരിഞ്ഞു നടക്കും. പ്രകൃതിയുടെ നിയമങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നതുകൊണ്ട് ഗവേഷകർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല. മാത്രമല്ല അതിനെ പിടിച്ചുമാറ്റുന്നത് ആ പക്ഷിക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുകയേ ഉള്ളൂ. ഒരു വലിയ കൂട്ടത്തിൽ പോലും ഒരാൾ മാത്രം എങ്ങനെ ഒറ്റപ്പെടുന്നു എന്നത് ഇതിലൂടെ കാണാം. ഹെർഗോസ് ഇതിനെ ഡെത്ത് മാർച്ച് അഥവാ മരണത്തിലേക്കുള്ള നടത്തം എന്നാണ് വിളിക്കുന്നത്. എല്ലാം മതിയാക്കി എങ്ങോട്ടെങ്കിലും പോകണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥയുമായി ഈ വീഡിയോയെ ആളുകൾക്ക് പൊരുത്തപ്പെടുത്താൻ കഴിഞ്ഞു. ഇത്തരം ഇൻഫർമേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.